തിരിയുന്നുണ്ട്. ഇതൊക്കെ പറയാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതന്നെയാണ് ഇതിന്റെ മാനദണ്ഡം. ഇസ്ലാം ഫസാദ് ആകേണ്ട, അല്ലെങ്കിൽ ഇസ്ലാമിലോ സുന്നത്തി ജമാഅത്തിലോ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ സാധാരണക്കാരുടെ തലയിലെത്തി വെച്ച് താടി വെച്ച് ഇവർ തിരിയുന്നില്ല. അവിടെയാണ് പ്രധാനം. ഇത് ഏത് പറയാൻ പാടുണ്ട്? ഇസ്ലാമിന് എവിടെയാണ് പ്രശ്നം പറ്റുന്നത്? സുന്നത്തി ജമാഅത്തിന് എവിടെയാണ് ഇവരുടെ ഈ പ്രസംഗത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നത് സാധാരണക്കാരായ ആൾക്ക് തിരിയുന്നുണ്ട്, പക്ഷെ ഈ പണ്ഡിത വേഷധാരിക്ക് തിരിയുന്നില്ല. അത് തിരിയാത്തത് കൊണ്ടല്ല, കാര്യം മനസ്സിലായല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തയുടെ കുറെ മുസ്ലിയാക്കന്മാർ വട്ടത്തിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഷംസുൽ ഉലമ, മറ്റവൻ ഖമറുൽ ഉലമ, അവൻ താജുൽ ഉലമ, മറ്റേവൻ നൂറുൽ ഉലമ, മറ്റേവൻ ഇന്നാലുലമ. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ വീതിച്ചു കൊടുത്തു. ഇങ്ങനെ കുറെ ഉലമാക്കളും ഷെയ്ഖുമാരും പിന്നെ മുദബ്ബിറുമാരും അങ്ങനെ 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 വലിയൊരു സംഭവം. ആ ലോകത്തിന്റെ ഇടയിലേക്ക് വേറൊരു സാധനം കൂടി വന്നു. നമ്മുടെ സ്വപ്ന ജീവിക്ക് അതേപോലെ ഒരു ലക്കബല കിട്ടി. എന്താണ് ഈ ലക്കബല? മാദിഹർ റസൂൽ. മനസ്സിലായോ? മാദിഹർ റസൂൽ എന്ന് പറയുന്ന ഒരു ലഖബല കൊടുത്തു. ഇനി എന്തെങ്കിലും ലഫ് തെറ്റിപ്പോയിട്ടുണ്ട്, അക്ഷരം തെറ്റിപ്പോയിട്ടുണ്ട്, ഒന്നും പറയാൻ പാടില്ല. ഒക്കെ നിങ്ങളെ മായാവിക്കഥയിൽ നിന്ന് ഉത്ഭവിച്ച സംഭവങ്ങളാണ്. അങ്ങനെ ആ മാദിഹർ റസൂൽ ആര്? ഷെയ്ഖുന ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞ ഒരു കഥയുണ്ട്. എന്താണ് കഥ? കഥ എന്ന് പറയുന്നത്, നമ്മുടെ ചിത്തരമീത്തർ ഔക്കർക്ക നല്ല വിശന്നിട്ട് എന്തായി ഹോട്ടലിൽ പോയി ഭക്ഷണം മൂക്കറ്റം കഴിച്ചു. എന്നിട്ട് ഹോട്ടൽ ഉടമ പൈസ ചോദിച്ച സമയത്ത് പൈസ കൊടുക്കാനില്ല, ക്യാഷ്യർ പൈസ ചോദിച്ച സമയത്ത് കൊടുക്കാനില്ല. ഹോട്ടൽ ഉടമ പിടികൂടി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, തത്തുല്യമായത് ഇവിടെ വെക്കണം. എന്ത്? പൈസക്ക് തത്തുല്യമായത് വെക്കണം. ആ ചങ്ങായിരെയും ഒന്നുമില്ല, നമുക്ക് ക്ലച്ച് വിട്ട സാധനത്തിനെയും എന്തുണ്ടായി ലാസ്റ്റ് എന്തായി തലയിക്കെട്ട് ഉണ്ടാവും. തലയിക്കെട്ട് ഉരി വാങ്ങിച്ചു, ഡ്രസ്സൊക്കെ ഉരി വാങ്ങിച്ചു, ഒരു ട്രൗസറിലാക്കിയിട്ട് ചങ്ങായിനെ പുറത്തു വിട്ടു. ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ, ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ പിന്നെ ലോറി ഡ്രൈവർ കാണുന്നുണ്ട്. ലോറി ഡ്രൈവർ ഇങ്ങനെ നോക്കി കണ്ട് എന്നിട്ടോ പിന്നെ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തോ ഒരു ഉസ്താദാണ്, ഒരു മഹാനാണ് എന്നൊക്കെ തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് ഈ പറയുന്ന പിന്നെ ലോറി ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ പോരുന്നോ? അപ്പോൾ അച്ചടി ഭാഷയിലാണല്ലോ CM മടവൂര് പറയാറുള്ളത്. അതെ, ഞാനും പോരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ലോറിയിൽ കയറി അങ്ങനെ പിന്നെ പോയി എന്റെ ഡ്രസ്സ് വാങ്ങിച്ചു. ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടാമത് ലോറി കയറുന്ന സമയത്ത് ഹോട്ടലിന്റെ മുമ്പ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹോട്ടലിൽ അതാ കത്തുന്നു. ആ കഥ നമ്മൾ കേട്ടതാണ്. പക്ഷേ ആ കഥ കേൾക്കുമ്പോ ഒരു പഞ്ച് കിട്ടണ്ടേ? എന്താ, എങ്ങനെയാണ് ഈ കഥ ഉത്ഭവിക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ? ആ ഉത്ഭവിക്കുന്നത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വിഷയം മനസ്സിലാവും. നിങ്ങൾ ഈ ഉത്ഭവിക്കുന്നത് ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ഉത്ഭവിക്കുന്ന വേറൊരു മുസ്ലിയാരിൽ നിന്നാണ്. അദ്ദേഹം അതിനെക്കുറിച്ചൊരു മുസ്ലിയാർ, കടലിന്റെ തിരമാല പോലെ ഇങ്ങനെ കറാമത്ത് പറയുന്ന ഒരു മുസ്ലിയാരാണെന്ന് തോന്നുന്നു. കടൽക്കരയിൽ നിന്ന് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇല്ലെങ്കിൽ CM മടവൂരിന്റെ കറാമത്ത് തന്നെ അറ്റം കിട്ടാത്ത കറാമത്താണ്. കടലിന്റെ തിരമാല പോലെ തന്നെയാണ്. ഇങ്ങനെ പുതിയ സാധനം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനൊരു അറ്റവും ഉണ്ടാവില്ല. കറാമത്തിന് ഒരറ്റവും ഉണ്ടാവില്ല. അങ്ങനെ കറാമത്ത് ഇങ്ങനെ പുതിയ റിലീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു മുസ്ലിയാരിനെ കുറിച്ച് പറയും, നമുക്കൊന്ന് കേൾക്കാം. ഒരു ഭയങ്കര രസകരമായ ഒരു മറുപടി. കറാമത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, പലതും ചിലപ്പോൾ അസുഖം മാറണം അങ്ങനത്തൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്നതൊക്കെ അത്ഭുതങ്ങൾ മാത്രം. CM വലിയുള്ളാൻ്റെ, അതായത് CM ബർക്കൽ മൊയ്തീൻ സാഹിബ് വഫാത്തായതിന് ശേഷം CM വലിയുള്ള എല്ലാം കഴിഞ്ഞ് മൂപ്പൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത്, അതായത് ഒരു ലോറി ഡ്രൈവറുടെ അനുഭവമാണ് നമുക്ക് പറയാനുള്ളത്. ലോറി ഡ്രൈവർ ഒരു ദിവസം CM വലിയുള്ളാഹി മൂപ്പൻ്റെ വീട്ടിലുള്ള സമയത്ത് ലോറി ഡ്രൈവർ വരികയും അപ്പോൾ അവിടുത്തെ ഹാദിമുണ്ട്, ഹാദിമ് ചോദിക്കുകയുണ്ടായി. അങ്ങനെ മൂപ്പൻ്റെ വീട്ടിൽ ഹാദിമികളുണ്ടാവും. നമ്മുടെ വയലത്തൂർ തങ്ങൾപ്പാപ്പ അടക്കമുള്ള, അതായത് ഹുസൈനാജി അടക്കമുള്ള പലരും എന്തുണ്ട് ഹാദിമീങ്ങളായിട്ട് മൂപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോറി ഡ്രൈവർ അങ്ങനെ ഒരു CM എന്ന് പറയുന്ന ഒരു വലിയ കോഴിക്കോട് ജില്ലയിലുണ്ട്, മൂപ്പൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അറിവിൽ മൂപ്പര് ചെറിയ വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടി CMൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ കണ്ടുപോയതിൻ്റെ ശേഷം CM വലിയുള്ളാനെ മൂപ്പര് കണ്ടുപോയതിൻ്റെ ശേഷം മൂപ്പര് പറഞ്ഞ് ആ ഹാദിമിനോട് പറയുകയുണ്ടായി, ഞാൻ 5 വർഷം മുമ്പ് ഒരു അത്ഭുതം ഈ കിടക്കുന്ന വലിയൻ്റെ അടുത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വലിയ 5 വർഷം മുമ്പ് ഈ കിടക്കുന്ന വലിയ, അതായത് നമ്മുടെ പിന്നെ മാനസിക രോഗി CM മടവൂരിൽ നിന്ന് ഇങ്ങനെ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഒരു അത്ഭുതം പറയാൻ വേണ്ടി പോയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ അങ്ങോട്ടേക്ക് കേൾക്കുമ്പോൾ ഈ അത്ഭുതവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ശരിക്കും ശ്രദ്ധ വേണം. എന്താ വെച്ചാൽ ഇതേ കാര്യം വേറെ 2 ആളെ കൊണ്ട് കൂടി ഞാൻ പറയിപ്പിക്കും. ആ സമയത്തും ഈ പറയുന്ന കഥകളും ആ കഥകളും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ? ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. ആ സംഭവങ്ങളും ഇനി വേറൊരു ചങ്ങായി ഇതേപോലെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ആ സംഭവങ്ങളും മറ്റൊരു ചങ്ങായി ഇതേ സംഭവം വേറൊരു രൂപത്തിൽ പറയുന്നുണ്ട് ന്യായീകരിച്ചുകൊണ്ട്. അത് ആ സംഭവം ഒക്കെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. പിന്നെ ഇടയ്ക്കൊരു പകരന്റെ ഒരു വേറൊരു ക്ലിപ്പുണ്ട് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട്, അതും നമ്മുടെ മനസ്സിൽ ശരിക്കും ഓർമ്മ വരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മായാവി കഥയുടെ മൊത്തത്തിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായും വരാൻ സാധ്യതയുണ്ട്. ആ മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് മനസ്സിലാകാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചങ്ങായിനെ ബാക്കി തള്ളിയേക്കാം. ഒരു ദിവസം മംഗലാപുരം ഹോട്ടലിൽ നിന്ന് ഒരു അനുഭവം എനിക്കുണ്ട് പറഞ്ഞിട്ട് ആ അനുഭവം പങ്കുവെക്കുകയുണ്ടായി. അതായത് CM വലിയുള്ളാഹി മൊയ്തീൻ സാഹിബ് വഫാത്തായതിൻ്റെ ശേഷം ഷെയ്ഖ് വഫാത്തായല്ലോ എന്ന സങ്കടത്താൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ഇതൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല, നോക്കാൻ ആളില്ലാണ്ടായപ്പോൾ CM വലിയുള്ളാഹി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ
അവർ കാശ് കൊടുക്കാൻ കാശില്ലല്ലോ, കാരണം ഷെയ്ഖുല്ല ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം സി എം വലിയുള്ളാഹി ഇറങ്ങി ഹോട്ടലിൽ നിന്ന്. ഇറങ്ങിയപ്പോൾ ക്യാഷ്യർ ചോദിച്ചു കാശ് എവിടെയെന്ന്. അപ്പോൾ കാശില്ല, ഒന്നും മുണ്ടിയില്ല. വീണ്ടും ചോദിച്ചു. അങ്ങനെ 3-4 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഒന്നും മുണ്ടാണ്ടായപ്പോൾ ക്യാഷ്യർ പറഞ്ഞു, ആ ഹോട്ടലിലെ മുതലാളി പറഞ്ഞു, നിങ്ങളെ തലയിക്കെട്ട് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ തലയിക്കെട്ട് അയച്ചു കൊടുത്തു. അതിന് ശേഷം ഡ്രസ്സ് അയക്കാൻ പറഞ്ഞു, ഡ്രസ്സ് അയച്ചു കൊടുത്തു. അങ്ങനെ വെറും ഒരു ട്രൗസർമേൽ മാത്രം സി എം വലിയുള്ളാഹി ഹോട്ടലിൻ്റെ പുറത്ത് നട്ടുച്ച സമയത്ത് ഹോട്ടലിൻ്റെ പുറത്ത് പോയി ഇരിക്കുകയും അങ്ങനെ ഹോട്ടലിന്റെ പുറത്ത് ആ കല്ലിന്റെ മുകളിൽ നിന്ന് കിടക്കുന്നത് ആര് കാണുന്നുണ്ട്? ലോറി ഡ്രൈവർ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിഷയം പങ്കുവെക്കുന്നതും. അങ്ങനെ ഇവര് ഹോട്ടലിന്റെ അകത്ത് നിന്ന് ലോറി ഡ്രൈവർ വിഷയങ്ങളൊക്കെ കണ്ട്, അതായത് താടിയും തലപ്പാവൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് ഒരു വലിയ ആണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ എന്തായാലും മൂപ്പർക്ക് ഡ്രസ്സിന്റെ വക വാങ്ങിക്കൊടുക്കണമെന്നും എന്ന് മാത്രമല്ല മൂപ്പര് ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരുന്ന ലോറിക്കാരനെ ഇത് കണ്ടപാടം തന്നെ വലിയാണെന്ന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തായിട്ടില്ല, ആ വലിയ ഇവിടെ ഭക്ഷണം കഴിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഹോട്ടൽ ഉടമക്ക് ആ ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കണം എന്നുള്ളതായിരിക്കും മനസ്സിലായിട്ടാ ഈ ലോറി ഉടമക്ക് ഇല്ല ലോറി ഡ്രൈവർക്ക് അത് ആ ഒരു കാര്യം അങ്ങോട്ടേക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് അതിലെ വിവരം ഉണ്ടാക്കാൻ. ബാക്കി പറയട്ടെ. ഭക്ഷണം കഴിച്ച ഉടനെ അവിടെ പുറത്ത് കിടക്കുന്ന സി എം വലിയുള്ളാന്റെ അടുത്ത് പോയിട്ട് സി എം ആണെന്ന് അറിയില്ല, ഒരു വലിയാണെന്ന് എന്തായാലും മൂപ്പർക്ക് കണ്ടപ്പോൾ മനസ്സിലായി. മൂപ്പര് പുറത്ത് പോയി കൊണ്ട് സി എം വലിയുള്ളാനോട് ചോദിച്ചാത്രേ, നിങ്ങൾ എന്റെ കൂടെ പോരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ ഞാൻ പോരുന്നു. സി എം വലിയുള്ളാന്റെ ഭാഷ അങ്ങനെ അച്ചടി ഭാഷയാണല്ലോ, അതായത് വേറെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ, അതും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ പോരുന്നോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോരുന്നു അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സി എം വലിയുള്ളാഹി അദ്ദേഹത്തിന്റെ കൂടെ ലോറിയിൽ കയറുകയും അങ്ങനെ മൂപ്പര് ഒരു ടെക്സ്റ്റൈൽസിൽ നിർത്തിയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ സി എം വലിയുള്ളാഹി പ്രശ്നം കാണിക്കാത്തതുകൊണ്ട് മൂപ്പര് എന്ത് ചെയ്തു, പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്കുകയും അങ്ങനെ ഈ ലോറിയിൽ കയറി സി എം ഇങ്ങനെ ഈ സി എമ്മും ആ ലോറി ഡ്രൈവറും കൂടി ലോറിയിൽ കയറി ലോറി സ്റ്റാർട്ട് ചെയ്ത് അല്പം അങ്ങ് മുമ്പോട്ട് പോകുമ്പോഴേക്ക് ലോറി ആ ഹോട്ടലിലെ കാശിന് പകരം ഡ്രസ്സ് വാങ്ങിയ ഹോട്ടലിൽ ഒറ്റ കത്തിലായിരുന്നു. ഫുള്ള് നിന്ന നിൽപ്പിൽ ഹോട്ടൽ മുഴുവനും കത്തി നശിക്കുകയുണ്ടായി. അങ്ങനെ ഹോട്ടലിൽ നിന്ന നിപ്പിൽ മുഴുവൻ അങ്ങോട്ട് കത്തി നശിക്കുകയുണ്ടായി. ഇത് വലിയൊരു കറാമത്താണ്, വലിയൊരു സംഭവമായിട്ടാണ് ഇത് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു ഹോട്ടൽ ഒരാൾ തുടങ്ങുകയാണെങ്കിൽ അയാളുടെ കുടുംബത്തെ പോറ്റാണ് ഹോട്ടൽ തുടങ്ങുന്നത്, നേരം കളയാൻ വേണ്ടിയിട്ടല്ല. ആ ഹോട്ടലിലേക്ക് ജോലിക്കാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവരും അവരെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഹോട്ടലിലേക്ക് വരുന്നത്. ഇങ്ങനെ അവരുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി തുടങ്ങിയ ഒരു ഹോട്ടലിനെ ഇയാൾ എന്താക്കുന്നത്, ഇയാൾ ഒരു നേരം ഭക്ഷണം മൂക്കറ്റം കഴിച്ചു, എന്നിട്ട് പൈസ ചോദിച്ച ഒരൊറ്റ കാരണത്താൽ അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നു, പ്രസവിപ്പിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് ആ ഹോട്ടൽ കത്തിച്ചു. ഇവിടെ ഹോട്ടലാണ് കത്തിച്ചത്. മനസ്സിലായല്ലോ? ഇവിടെ ഹോട്ടൽ കത്തിച്ചതാണ്. ഇനി അടുത്തൊരു കഥ വരാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് ഇയാൾ ഈ 5 കൊല്ലത്തെ കഥ പൂർത്തിയാക്കട്ടെ. അനുഭവം പറയാം. ഹോട്ടൽ ഫുള്ള് കത്തി നശിച്ചു. ഞങ്ങൾ എടുത്തോണ്ടത്തിന് പക്ഷേ ഞങ്ങൾ പോയി മാനന്തവാടി എവിടെ എത്തി. ലോറി ഡ്രൈവറിന് അങ്ങോട്ടാണ് പോകണം. മാനന്തവാടി അവിടെ എത്തിയപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം വീണ്ടും സി എം വലിയുള്ള വണ്ടിയിൽ കയറി ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം വണ്ടിയിൽ കയറി മാനന്തവാടി എത്തിയപ്പം ആനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ലോറി ഡ്രൈവറോട് പറഞ്ഞത്രേ, ലോറി ഡ്രൈവറിന് സി എം ആണെന്ന് അറിയില്ല, അങ്ങനെ ലോറിയോട് പറഞ്ഞത്രേ എനിക്ക് ഇവിടെ ഇറങ്ങണം. അപ്പോൾ ലോറി ഡ്രൈവർ പറഞ്ഞു അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ ആനകളൊക്കെ ഉള്ളതാണ് പ്രശ്നം. അല്ല എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങണം. അങ്ങനെ ആനകളുടെ കൂട്ടത്തിൽ ലോറിയിൽ നിന്ന് ഇറങ്ങുകയും അങ്ങനെ കാട്ടുകൂടി. പിന്നെ ബാക്കി എന്താണെന്ന് ലോറി ഡ്രൈവർക്ക് അറിയില്ല. ആ പാട്ടിലിറങ്ങിയ ഓർമ്മയുള്ളൂ, പിന്നെ എന്താണെന്ന് അറിയില്ല. സി എം അങ്ങനെ ഇങ്ങനെ ആയി പോയല്ല. ഇനി പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ട് അറിയൂല. ഇനി ഈ കഥ നമുക്ക് വേറൊരു രൂപത്തിൽ കെട്ടരോ. ഇനി നമുക്ക് നേരെ മൈസൂരിൽ നിന്ന് കഥനെ കൊണ്ടുവരാം. ഇതേ കഥനെ മൈസൂരിൽ നിന്ന് കൊണ്ടുവരുന്നു. വിശക്കുന്നുണ്ട്, നല്ലോണം വിശക്കുന്നുണ്ട്, എന്നിട്ട് ഹോട്ടലിൽ പോകുന്നുണ്ട്, ഇതേപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ അവിടെ മൂക്കറ്റം കഴിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ടും സ്വാഭാവികമായും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ ഉടമ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലാണ് ഹോട്ടൽ തുടങ്ങിയത്. ഇങ്ങനെ ആൾക്കാർ വന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പൈസ വരാണ്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് തത്തുല്യമായത് അവിടെ വെക്കാൻ വേണ്ടി പറയുന്നു. ആ തത്തുല്യമായത് അവിടെ വെക്കുന്നു. എന്താണ് വെക്കുന്നത്? തലയിൽ കെട്ടും, അദ്ദേഹത്തിന്റെ കുപ്പായം വെക്കുന്നത്. ഏതായാലും അയാൾ ട്രൗസറിൽ നിർത്തിച്ചിട്ട് തുണി തന്നെയാണുള്ളത്. അങ്ങനെ ഈ പറയുന്ന സി എം മടവൂർ എന്ന് പറയുന്ന ചിത്തരിമീത്തര ഔക്കർക്ക, പിന്നെ അവിടെ ഈ പറയുന്ന ചിത്തരിമീത്തര ഔക്കർക്കാൻ അറിയുന്ന ഒരു ചങ്ങായി വരുന്നു. ആ ചങ്ങായി ചിത്തരിമീത്തര അബൂബക്കർക്കാനോട് ചോദിക്കുന്നു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഈ ഭ്രാന്തൻ, ഏത് ഭ്രാന്തൻ, ആ ഭ്രാന്തൻ കഥ പറയുന്നത് ഇയാളിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഇതൊന്നുമല്ല അവരുടെ പ്രധാനം. അവരിങ്ങനെ ഒറ്റപ്പെട്ട് പലയിടങ്ങളിൽ ഇങ്ങനെ ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയായിരിക്കും. അങ്ങനെ മൈസൂരിലൂടെ ഒരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇബാദത്തിലായി നടക്കുന്ന സമയത്ത് വല്ലാതെ വിശപ്പ് വന്നു, അതിശക്തമായ വിശപ്പ്. തെറ്റിദ്ധരിക്കാൻ പാടില്ല, സി എം വലിയുള്ള ജീവിച്ചത് മഹാനവറുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിച്ച ആളല്ല. നമ്മിൽ പലരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് നമുക്കറിയാം. ആരാന്റെ കോയും കായും കൊണ്ട് എന്റെ പള്ളിയും കീശും കുറുക്കട്ടെ എന്ന നിയത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ ബാലരമക്കഥയും പൂമ്പാറ്റക്കഥയെല്ലാം പറയുന്നതും അങ്ങനെ തന്നെയാണ് നമുക്ക് കൃത്യമായി അറിയാം. നിങ്ങൾ ഇതിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് സമൂഹത്തെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്.
എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഇപ്പോൾ മൈസൂരിലാണുള്ളത്. മൈസൂരിൽ നിന്നാണ് വിശപ്പ് വരുന്നത്. അങ്ങനെയാണ് ഇനി ഹോട്ടലിലേക്ക് പോകുന്നതും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഏതായാലും മുസ്ലിയാരുടെ തള്ളിലേക്ക് തന്നെ പോകാം. ജീവിക്കാൻ വേണ്ടി അല്പം ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് പോലും ഒരു ഗ്ലാസ് പാല് കുടിച്ച അത്താഴത്തിന് ഒരു ചുള കാരക്കയിൽ നോമ്പ് തുറന്ന് നോമ്പ് നോക്കല്ലേ ഇയാള്. എന്നാൽ മറ്റവര് പറഞ്ഞത് കളവാണ്. മൊത്തം ഇവര് ഈ കഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വിട്ടിട്ടല്ലേ ഇല്ലത്. സിയമ്മയുടെ ഒരു നോമ്പ് നോക്കാറില്ല, പകലിൽ പോലും ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞത്. ഒരു മജിദൂബായ ഒലീജ മൂപ്പര് ചിലപ്പോൾ നമ്മൾ കേൾക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ്. അതേപോലെ അയാൾ നോമ്പോക്കല്ല എന്നാണ് ഇവരുടെ പുസ്തകത്തിലുള്ളത്. പല മുസ്ലിയാക്കന്മാരും ഇയാൾ നോമ്പോക്കല്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇയാൾ പറയുന്നത് നോമ്പോക്കല്ല. അങ്ങനെ ഒരു കിത്ത പഴം കൊണ്ടും ഒരു ഗ്ലാസ് പാലും കൊണ്ടൊക്കെ നോമ്പ് വെക്കാറുണ്ട്. അങ്ങനെയുള്ള നോമ്പ് കാലങ്ങളോളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കലശലായ വിശപ്പ്, അതിശക്തമായ വിശപ്പ്, അതിശക്തമായ വിശപ്പ് മനസ്സിലായല്ലോ. ആർക്ക്? ലോകം തന്നെ നിയന്ത്രിക്കുന്ന സിഎം ഒരു ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർക്ക്. വിശപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ വിശപ്പ് ഇല്ലാതാകാൻ പവറുള്ള, അതിനുള്ള പവർ ആർജിച്ചെടുത്തിട്ടുള്ള, റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുള്ള, അള്ളാഹുമായി ലയിച്ച് റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുള്ള ആ മനുഷ്യന് അതിശക്തമായ വിശപ്പ്. ആയിരിക്കും ലോകം തന്നെ നിയന്ത്രിക്കുന്ന അന മുദബ്ബിറുൽ ആലം, അന കുതുബുൽ ആലം, അന അല്ലാഹ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആ മുതലാണ് ഈ വിശപ്പ്. നിങ്ങൾ വല്ലാത്ത ജാതി സംഭവിക്കും. ആ സമയത്ത് മഹാനവറുകൾ മൈസൂരിലുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് അല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഇബാദത്തിനുള്ള ത്വാഖത്ത് കിട്ടണം, ഇബാദത്തിനുള്ള കഴിവ് കിട്ടണം. നിസ്കരിക്കലില്ല, നോമ്പോക്കലില്ല, പിന്നെ എന്ത് ഇബാദത്താണോ? അതിനു വേണ്ടിയിട്ട് അല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച് കയ്യിലപ്പോൾ ഒരു പണവുമില്ല. കാരണം അതിനെ കുറിച്ചുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പണം ഇല്ലാത്ത ശൈഖുനായെ കണ്ടപ്പോ ഹോട്ടലിൽ ഇരിക്കുന്ന കാഷ്യർ പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ പോകാൻ പറ്റൂല, ഒന്നുകിൽ നിങ്ങൾ പണം അടക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ എന്തെങ്കിലും ഒന്ന് ഇവിടെ തരണം. എന്താണ് തത്തുല്യമായ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകുക? ശൈഖുന മടവൂർ അവർകളോട് അവിടുത്തെ തലപ്പാവും അവിടുത്തെ കുപ്പായവും ഊരി വാങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഇവിടെ വെക്കണം. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഈ വസ്ത്രം ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ. ശൈഖുന മടവൂർ അവർകൾ ആ വസ്ത്രം അഴിച്ച് ആ കേശരുടെ കയ്യിൽ കൊടുത്തു. മഹാനവറുകൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് മഹാനവറുകളെ പരിചയമുള്ള ഒരാൾ വന്ന് ചോദിച്ചു. ഈ കഥയിൽ പരിചയമുള്ള ആൾ വന്നിട്ടുണ്ട് കേട്ടാ. മറ്റേ ബസ് ഡ്രൈവർ, ലോറി ഡ്രൈവർ അല്ല, ഇവിടെ വന്നത് പിന്നെ പരിചയമുള്ള ഒരാളാണ്. എന്നിട്ട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? എന്താ പറ്റിയത്? നിങ്ങളുടെ വസ്ത്രം. അപ്പോൾ ശൈഖുന പറഞ്ഞു, ആ ഭ്രാന്തൻ എന്റെ വസ്ത്രം വാങ്ങി വെച്ചു. ഏത് ഭ്രാന്തൻ? ഹോട്ടൽ ഉടമ എന്നു പറയേണ്ട താമസം ആ കേശർക്ക് അപ്പോൾ തന്നെ ഭ്രാന്തു പിടിപെടുകയാണ്. ആ കേശർ അയാൾക്ക് ശക്തമായ ഭ്രാന്തു പിടിപെട്ടു. അങ്ങനെ പിന്നെ ആരോ പറഞ്ഞു, നിങ്ങൾ മടവൂര് ശൈഖുനായോടാണ് കളിച്ചത്, അതുകൊണ്ട് ചെന്നിട്ട് പൊരുത്തപ്പെടിക്കണം. അവര് നാട്ടിൽ വന്നു. ശൈഖുനായ അന്വേഷിച്ച് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ മഹാനവറുകളുടെ കറാമത്ത്. അപ്പോ കറാമത്ത് കേട്ടില്ലേ? അങ്ങനെയാണ് മഹാനവറുകൾ പിന്നെ ഒരുത്തനെ പ്രാന്തനാക്കി, മറ്റൊരു ഹോട്ടൽ കത്തിച്ചു. എല്ലാം വിശന്നിട്ടാണ്, ഭക്ഷണം കഴിച്ചിട്ടാണ്, പൈസ ചോദിച്ചിട്ടാണ്. പൈസ കൊടുക്കാത്തതിന് കാരണം കൊണ്ട് തന്നെ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തത്തുല്യമായ സാധനങ്ങൾ അവിടെ വാങ്ങിച്ചു വെക്കുന്നു. എന്താണ് വാങ്ങിച്ചു വെച്ചത്? തത്തുല്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സി എം മടവൂരിന്റെ കുപ്പായവും തലക്കെട്ടും ഊരി വാങ്ങിച്ചു വെച്ചു. മറ്റൊരു കുപ്പായും തലക്കെട്ട് തുണി ഊരി വാങ്ങിച്ചിട്ട് ട്രൗസറിലാക്കിയിട്ട് പുറത്തേക്ക് വിട്ടു. അങ്ങനെ പോയി പിന്നെ എന്താണ് പുറത്തിരുന്നു, പിന്നെ കടന്നു. അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഈ കഥയെക്കുറിച്ച് നമ്മുടെ ശൈഖുന ആര്? ശൈഖുന നേരത്തെ ഞാൻ പറഞ്ഞൊരു ശൈഖുന ഉണ്ടല്ലോ. ഏത് ശൈഖുന? മാദിഹർ റസൂൽ ശൈഖുന. ആ ശൈഖുന വേറെ രൂപത്തിൽ പറഞ്ഞുതരും. അതും കൂടിയും കേൾക്കുക. ഞാന് ഒരു ലോറി ഡ്രൈവറാണ്. ലോറി ഡ്രൈവറാണ്. ഹോട്ടലിൽ കയറിയപ്പോ സി എം വലിയുള്ളാഹി ആ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. എനിക്കിത് വലിയാണെന്നോ മഹാനാണെന്നോ അറിയില്ല. അങ്ങനെ കേഷ്യർ സി എമ്മിനെ എന്തോ വെറുപ്പ് കാണിച്ച് ചെയ്തു. സി എം വലിയുള്ളാഹി പ്രതികരിച്ചില്ല. സി എം വലിയുള്ള പുറത്തിറങ്ങി. അവിടെ ഒരു കല്ലട്ടിയുണ്ട്, അതിന്റെ മുകളിൽ മലർന്നു കിടന്നു. കുപ്പായവും തുണിയൊക്കെ ഇയാൾ വാങ്ങിയിട്ടുണ്ട്. കാര്യം ചെയ്തത് പകരം പറയും നമ്മൾ കേട്ടല്ലോ. എന്തിനിങ്ങനെ ഇവർ കളവ് പറയുന്നു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തിനാണ് ഇവരിങ്ങനെ കളവ് പറയുന്നത്? പകരം പറഞ്ഞ എന്താണ്? അവിടെ എന്തെല്ലോ ദുൽമ ഹോട്ടൽ ഉടമ ഇയാളോട് ചെയ്തു. ആരോട്? സി എം മടവൂരിനോട് ചെയ്തു. സി എം മടവൂരിന്റെ കുപ്പായിൽ ഊരി വെച്ചു.
ഇനി ഇതിലെ ഒരു ലോറി ഡ്രൈവർ ഇല്ലെങ്കിൽ ഒരു പരിചയമില്ലാണ് ആദ്യം പകര പറഞ്ഞതും ഇപ്പം പകര പറഞ്ഞതും നേരത്തെ മറ്റേ കടലിന്റെ സൈഡിൽ നിന്ന് സംസാരിച്ച മുസ്ലിയാർ പറഞ്ഞതും പിന്നെ ചിത്രനിമിത്ത ഔക്കർക്കാനെ മറ്റേ പരിചയമില്ല, ലോറിക്കാരന് പരിചയമില്ല. ഇവിടത്തെ കഥയിലെത്തുമ്പോഴത്തേക്ക് ലോറിക്കാരന് പരിചയമുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വേണം. ഇത് വലിയ മറ്റേ ഇതൊന്നല്ല, ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല. ഈ പറയുന്ന താലിക്കിട്ടാറൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് ഈ കറാമത്തിന്റെ കള്ളക്കഥകളുടെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ മനസ്സിൽ വേണം. നമുക്കറിയണ്ടേ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനോട് ചോദിച്ചോക്കാം, അങ്ങനെയൊക്കെ കളവ് പറയാൻ പറ്റുമോ? എന്തിനിങ്ങനെ കളവ് പറയണം? കളവ് പറയലാണോ ഔലിയാക്കളുടെ സ്നേഹം? ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല, അവർ അതപകേടാണത്, വലിയ പൂർത്തക്കേട് പറ്റും, ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനം പറയാൻ പാടില്ല. ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനാണ് അവർ എന്താണ് ഒരു പീടിയെ കയറി ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ പീടിയ അങ്ങ് കത്തിപ്പോയി. ഔലിയാക്കൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ ചായ കുടിക്കുക, പൈസ ഒന്നും കൊടുക്കാണ്ട്, പിന്നെ ഓലങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ പൈസക്ക് വെച്ചാൽ അവരെ പീടിയ അങ്ങ് കത്തിച്ചു കളിയാ. ഇങ്ങനത്തെ മോശക്കാരാണ് ഔലിയാക്കൾ എന്നാണ് ജനങ്ങളോട് പറയേണ്ടത്. അപ്പോൾ വിവരമില്ലാതെ മതം പറയാൻ പോകരുത്. വിവരമില്ലാണ്ടാണ് ഇവർ ഈ മതം പറയുന്നതെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. എന്താ ഇപ്പൊ 3 രീതിയിലെ കറാമത്താണ് നമ്മൾ കേട്ടത്. ഇതൊക്കെ മതമറിയാതെ ഇങ്ങനെ മതം വിളമ്പാൻ നിൽക്കരുത് എന്നൊക്കെയാണ് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതെങ്കിലും ഇവിടെ 3 രീതിയിലെ കറാമത്ത് കേട്ടു. 3 രീതിയിലെ കറാമത്തിനെയും ഒരേ റൂട്ടാണ്. പക്ഷെ ചെറിയ ചെറിയ കഥകൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. കഥയുടെ റൂട്ടൊക്കെ ഒരേ ഇതാണ്. ഹോട്ടലിലാണ് പോകുന്നത്, ഭക്ഷണമാണ് കഴിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ പ്രാന്തനാക്കി ഓണറെ, മറ്റു 2 സ്ഥലത്ത് നിന്നും ഹോട്ടൽ കത്തിച്ചിട്ടാണ് പോയത്. പക്ഷെ കഥകളൊക്കെ ഒരേ രീതിയിലാണ്, ഒരേ റൂട്ടിലാണ്. പക്ഷെ വ്യത്യസ്ത രീതിയിലാണ് മുസ്ലിയാക്കന്മാർ അത് അവതരിപ്പിച്ചത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പൊ എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെ കളവ് പറയണമെന്നാണ് ചോദിച്ചു. ഇങ്ങനെയൊക്കെ കളവ് പറയണോ? ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് മഹത്വം എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ മഹത്വം അല്ല ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത്. എന്താണ് ഹോട്ടൽ കത്തിച്ചു, എന്നാ ചായ കുടിച്ചു, എന്നിട്ട് പൈസ കൊടുക്കാൻ ചോദിച്ചാൽ ഇല്ല, എന്നിട്ട് ഹോട്ടൽ അങ്ങ് കത്തിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ മഹാന്മാരെ നിന്ദിക്കലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് അസ്വസ്ഥത ഭയങ്കരമായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ മുസ്ലിയാക്കന്മാർ ഊതി വീർപ്പിച്ച് തലക്കെട്ടും കെട്ടി താടിയും വെച്ചിട്ടാണല്ലോ ഈ വന്നിട്ട് വെച്ച് കാച്ചുന്നത്. നേരത്തെ കൂട്ടി സഖാഫി പറഞ്ഞല്ലോ, ഇവർക്ക് അതിന്റെ സ്വാർത്ഥ താല്പര്യം. ഈ തലക്കെട്ടിയോട് ചിന്തിക്കുന്നില്ല, സാധാരണക്കാരൻ ചിന്തിക്കുന്നുണ്ട്, ഈ തലക്കെട്ടവർ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ചിന്തിക്കുന്നില്ല, ആ ചിന്തയില്ലാത്ത ഒരുത്തൻ ഇപ്പം അതിനൊക്കെ വെളുപ്പിച്ച് ഇങ്ങനെ മെഴുകി വെളുപ്പിച്ച് ഖുർആനൊക്കെ അതിന് തെളിവുകൊണ്ടിരുന്നു, മുഅ്ജിസത്തൊക്കെ അതിന് തെളിവുകൊണ്ടിരുന്നു, കറാമത്തൊക്കെ അതിന് തെളിവുകൊണ്ടിരുന്നു. അങ്ങനെ ഭയങ്കര സംഭവമായി ഖുർആനിൽ ഇങ്ങനെ പലതും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മെഴുകി വെളുപ്പിക്കാണ്. എവിടെ നിന്ന് മെഴുകി വെളുപ്പിക്കുന്നതാണ്? നമ്മളൊരു ചങ്ങായി ജയിലിൽ പോയില്ലേ, സ്വന്തം ഭാര്യ തന്നെ കൊല കൊടുത്തിട്ട് കൊന്നിട്ട് ജയിലിൽ പോയല്ലോ ഒരു ചങ്ങായി, മടവൂർ ഖാഫില. ഓന്റെ സ്റ്റേജിൽ നിന്ന് ഒരു ചങ്ങായി അത് വിളിച്ചു പറയുന്നത്, ഒരു പ്രാവിലെ ഒരു കളവൻ വിളിച്ചു പറയും. നമുക്കൊന്ന് കേൾക്കാം. നമ്മൾക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ മറ്റൊരാളെ പറ്റിയിട്ട് കറാമത്ത് പറഞ്ഞു തന്നത് ഉടായ്പായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഖുർആനിൽ നിന്ന് പലതും നമ്മൾ ഉടായ്പായിട്ട് കാണേണ്ടി വരും. കാരണം സിംഹാസനം കൊണ്ടുകൊടുത്ത സന്ദർഭം എങ്ങനെ വിശ്വസിക്കാൻ കഴിയുക? കണ്ണ് മൂടി തുറക്കുമ്പോഴത്തേക്ക് കൊണ്ടുകൊട്ടത് മാസങ്ങൾ വൈദ്യുതി സ്ഥലത്താണ്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. എന്നാലോ ഈ സാധനം അതെന്നാണെന്ന് ഉറപ്പ് വരുത്തിയത് പിന്നെ മൾട്ടി സ്റ്റാക്കിങ് വന്ന് ഇരുന്നിട്ട് ചോദിച്ചത് അതിൻ്റെത് തന്നെയാണല്ലോ. ഹോട്ടലിൽ കയറി ചായ കുടിച്ചതിന് അഭിപ്രായം പറഞ്ഞവർക്കും കൂടി അതിനകത്തൊരു മറുപടി ഉണ്ട്. സിംഹാസനം കൊണ്ടുവന്നത് സമ്മതം ചോദിച്ചിട്ടല്ല, പിന്നെന്താ മൾട്ടി സ്റ്റാക്കിനോട് അവിടെ തർബിയത്ത് ചെയ്താ കിതാബോട് യോജിപ്പിക്കാൻ കഴിയാതെ സാധുക്കൾ അധികാരിക്ക് ഒരു അമ്മത് ആയത് ആവശ്യമില്ല. ഇവിടെ മുദബ്ബിറുൽ ഒരു ആവശ്യമില്ല. പിന്നെ ചോദിച്ചു, അപ്പൊ അവനെ തന്നെ തർബിയത്ത് കണ്ടാ മുദബ്ബിറുൽ ആലമാണ്. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമില്ല. ഹോട്ടലിൽ പൈസ കൊടുക്കുക, കൊടുത്തില്ല. മറ്റൊക്കെ പ്രാന്തനാക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഹോട്ടലിൽ പൈസ കൊടുക്കുക, കൊടുത്തില്ല. ഇവിടെ ഹോട്ടലിൽ കത്തിക്കേണ്ട ആവശ്യമില്ല, പൈസ കൊടുക്കുക, കൊടുത്തില്ല. പിന്നെ ഡ്രസ്സ് മേടിക്കാൻ പൈസ ഉണ്ട്, പൈസ ഉണ്ടാക്കിക്കൂടെ? മുദബ്ബിറുൽ ആല ലോകം നിയന്ത്രിക്കുന്ന ആളല്ലേ, ഡ്രസ്സ് ഇങ്ങോട്ടേക്ക് വരുത്തിച്ചൂടെ? വരുത്തിച്ചില്ല. കൊടുത്ത കഴിവാണല്ലോ യഥേഷ്ടം ഉപയോഗിക്കാൻ. എപ്പോഴും എന്തിനു വേണ്ടി? മറ്റുള്ളവരെല്ലാം സഹായിക്കുമെന്നാണല്ലോ. അള്ള കാണുന്നത് പോലെ കാണാനും, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ള അറിയുന്നത് പോലെ അറിയാനും, അള്ള ഇടപെടുന്നത് പോലെ ഇടപെടാനും ഒക്കെ കഴിവുള്ള വലിയ മഹാൻ അവരുകളാണല്ലോ. ആ അവരുകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. എന്നിട്ട് അതിനെ മെഴുകി വെളുപ്പിച്ച് നാറി പുളിച്ച് എന്തെല്ലോ ആക്കുന്നതാ. അത് കേട്ടോ, ഇത് ചിരിച്ച് പണ്ടാറില്ല. വസ്ത്രം ആവശ്യപ്പെട്ടു, കൊടുത്തു. പിന്നെ അവന്റെ ഒരു കാരുണ്യം ഔറത്ത് മറക്കാൻ പറ്റിയ ഒരു കഷ്ണം തുണി അനുവദിച്ചു കൊടുത്തു. അതുമായി വന്നു ഉമ്മാനോടാ പറഞ്ഞു തുണി എന്തായി പോയി ചോദിച്ചപ്പോ എന്താട്ടെ ഉമ്മാനോടാന്ന് പറയുന്നത്. തുണി എന്തായെന്ന് ചോദിക്കുമ്പോൾ ഉമ്മാനോടാ പറയുന്നത്. ആര്? സി എം ഒരു ഉമ്മാനോടാ പറയുന്നത്. എന്റെ തുണിയൊക്കെ ആളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ ഒരു കഥയിൽ ഈ ഉമ്മയില്ല, അതിലൊരു ലോറി ഡ്രൈവർ പിന്നെ ഒരു പരിചയമില്ല ഒരാളെ ഉണ്ടായിട്ടു. ഇപ്പോൾ ഉമ്മാൻ കൂടിയും കയറി വന്നിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നത് പരിചയമുള്ള ഡ്രൈവറാണ്. കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് തീപിടിച്ചതാണ്. നേരത്തെ പറഞ്ഞ 2 സ്ഥലത്തും പരിചയമുള്ള ഡ്രൈവർ ആയിരുന്നില്ല, ഒരു സ്ഥലത്ത് പരിചയമുള്ള ഒരാളായിരുന്നു, ഇപ്പം പരിചയമുള്ള ഡ്രൈവറായി. കഥ ഒന്നാണ്. നമുക്ക് പോകാം ഉടനെ പറഞ്ഞ് വണ്ടി വിട്ടു. പിന്നെ ആനക്കാട്ടിൽ അറിഞ്ഞത് എന്താണ് സംഭവിച്ചത്? ആ ഹോട്ടലുകാരൻ നല്ല മുസ്ലിമായ മോമിന, പക്ഷേ വേറെ ചെറിയ സൂക്കേട്. ആരെയും അങ്ങനെ വില വെക്കൂല. ആരെ കണ്ടാലും മോശമുള്ള വസ്ത്രക്കാരൊക്കെ കണ്ടാലും ഭക്ഷണം കഴിച്ചാൽ പിടിച്ചേക്കുക. അങ്ങനെ ഒന്നും വെള്ളം കൊടുക്കാത്ത ഒരു സ്വഭാവം. ആൾ നല്ല മനുഷ്യനാണ്. അപ്പൊ അതിനെ സർവീസ് ചെയ്യണം. എന്താ ചെയ്തത്? പോയി വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു, പോകുന്നു, വസ്ത്രം ആവശ്യപ്പെട്ട് കഴിച്ചു കൊടുത്ത് പുറത്ത് കിടന്നപ്പോഴത്തേക്ക് തീ പിടിച്ചു. അപ്പൊ എന്തായി? പേടിച്ചു പോയി. എല്ലാവരോടും കളിക്കാൻ പാടില്ല, സൂക്ഷിക്കണോ, വിരുന്നേക്ക് അന്നം കൊടുക്കണോ. അപ്പൊ അത് നന്നായി. അപ്പൊ എങ്ങനെയുണ്ട് മുന്നിനെ എടുക്കിൽ നിന്ന് ഉരുളുക എന്നൊക്കെ പറയുന്നില്ല. ഇപ്പൊ തർബിയത്ത് കൊടുത്ത കോലാണിത്. ഒരാൾക്ക് ഒരു തർബിയത്ത് കൊടുത്താൽ അവന്റെ ഹോട്ടൽ കത്തിച്ചു, അവന്റെ അന്നം മുട്ടിച്ചിട്ടാണ് തർബിയത്ത് കൊടുത്തത്. ആര്? ഭ്രാന്തൻ ഷെയ്ഖുന ഒരുത്തന്റെ അന്നം മുട്ടിച്ചിട്ടാണ് തർബിയത്ത് കൊടുത്തത്. ഇവരെല്ലാം എന്താണ് ഈ പറയേണ്ടത്? ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം, ഉളുപ്പ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? എന്തിനിങ്ങനെ കളവ് പറയണം? കളവ് പറയലാണോ ഔലിയാക്കളുടെ സ്നേഹം? ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഷെയ്ഖുന
ഷെയ്ഖുന കോട്ട് സക്കാഫി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചങ്ങനും പൊങ്ങനും ഇരുത്തിട്ട് സംസാരിക്കുന്നത്. ആ സംസാരം നമുക്കൊന്ന് കേൾക്കാം. CM വലിയുള്ളാഹി ഹോട്ടലിൽ കയറി പൈസ കൊടുക്കാത്ത ആളാണല്ലേ എന്ന് പറഞ്ഞ് ഈ മഹാനെ എന്ത് ചെയ്യണം, അവരുടെ സ്ഥാനം സമൂഹത്തിൽ ഇല്ലാതെയാകും. തെവിയിൽ ശ്രദ്ധിക്കുക എന്നല്ല, ഈ പറയുന്ന ആളുകളെ തെവിയിൽ പറയുന്നില്ല, അവരുടെ പ്രഭാഷണത്തിൽ അത് വരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രവർത്തകരായ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവിടെ തെവിയിൽ ഉണ്ടെന്നും അവരൊക്കെ ചെയ്തത് ഒരിക്കലും തെറ്റായി ചെയ്യുകയില്ല എന്ന് അവർ സ്ഥാനം മനസ്സിലാക്കിയ ആളുകൾക്ക് അറിയാം. പക്ഷെ ആ സ്ഥാനം മനസ്സിലാക്കാത്ത ഒരു സമൂഹം ഇത് തെറ്റാണ് എന്ന് വിലയിരുത്തും. ഇത് ശരീഅത്തിനെതിരല്ലേ? അപ്പൊ ഇവരൊക്കെ ചെയ്തത് എന്താണ്? അപ്പൊ ശരിയായിട്ടല്ല CM ഒന്നും ഇവിടെ ജീവിച്ചത്, തിന്മകൾ ചെയ്തുകൊണ്ടാണ്. അവരെയാണ് ഇവർ ഔലിയാക്കളായി അവതരിപ്പിക്കുന്നത്. അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ടല്ലോ. വസ്തുതകളെ CM മടവൂരി ചെയ്തത് അതിന് തവീല് വേറെ ഉണ്ട്, അത് പറയുന്നില്ല. എന്ത് തവീലടോ? ബായി തോന്നിയത് കോതക്ക പാട്ടുന്നതിന്റെ രീതിയിൽ വിളിച്ചു പറയുന്നവർക്ക് എന്ത് തവീല് വെച്ച് ചാമ്പ്യൻ എന്ത് CM മടവൂര്? നിങ്ങളല്ലേ മുതബിറിലാലെന്ന് പറയുന്നത്, നിങ്ങളല്ലേ കുത്തുബില്ലാലെന്ന് പറയുന്നത്, നിങ്ങളല്ലേ അനല്ലാന്ന് പറഞ്ഞു പറയുന്നത്. പോലായിട്ട് മജ്ദൂബായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായി തന്നെ നിങ്ങൾ ഉസ്താദ് പറയുന്നുണ്ട്. ഭ്രാന്തൻ, ക്ലച്ച് വിട്ടവൻ, അങ്ങനെ ഉണ്ടല്ലോ, മാനസിക രോഗി, വട്ടായവൻ, തിരിച്ചറിവില്ലാത്തവൻ, ഇങ്ങനെയുള്ള ഒരാളായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഔലിയായത്. പിന്നെ അയാൾ ചെയ്ത് കൂട്ടുന്ന കോപ്രായങ്ങൾ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അയാൾ ഭ്രാന്തനായിരുന്നു എന്ന് നമുക്ക് അങ്ങനെ ഒരു ന്യായം പറഞ്ഞാൽ ഓക്കെ, അയാൾ മാനസിക രോഗിയായിരുന്നു, അയാൾക്ക് വട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, പൈസ കൊടുക്കണം എന്നുള്ള ചിന്തയൊന്നും അവർക്ക് ഉണ്ടാവില്ല. പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പിടികൂടി മുഷിഞ്ഞ വസ്ത്രമായിരുന്നു, അതുകൊണ്ട് മുഷിഞ്ഞതോ നല്ലതോ ഏത് വസ്ത്രം ആയിക്കോട്ടെ, ആ വസ്ത്രം അവരെ അയപ്പിച്ചു, അതൊക്കെ ഹോട്ടൽ ഉടമ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അതിന് ഹോട്ടൽ കത്തിച്ചു, മാനസിക രോഗിയാണ്, ചിമ്മിണി എന്താണ് തീപ്പെട്ടി എടുത്തിട്ട് കത്തിച്ചു, പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. അതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ ചിന്തിച്ച് ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കണം. ഇതിന്റെ തവീലുണ്ട്, അത് പറയാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിലും അർത്ഥമില്ല. പക്ഷെ ന്യായീകരണം മാത്രമല്ല, നന്നായിട്ട് മുസ്ലിംമാർക്ക് ഇട്ട് കൊട്ടുന്നുണ്ട്. അതുകൂടി നമുക്ക് കേൾക്കാം. നിരാകരിക്കാൻ പാടില്ലല്ലോ, നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രചരണങ്ങൾ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ കേട്ടാൽ ഒന്നൊരിക്കൽ CM വലിയുള്ളാഹിയെ കുറിച്ച് അവർ തെറ്റായ രീതിയിലേക്ക് ചിന്തിക്കും. അത് മഫ്സദത്താണ്, ഫസാദാണ്. മാത്രമല്ല, അല്ലെങ്കിൽ അവർ ഇതാണ് സുന്നികളായ ആളുകൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇത്തരം തെറ്റിയുന്നവരെയാണ് എന്ന് പറഞ്ഞ് സുന്നത്തി ജമാഅത്ത് ചോദിക്കപ്പെടാൻ കാരണമാവും. അങ്ങനെ ആളുകൾ സുന്നത്തി ജമാഅത്തിൽ നിന്ന് വഴിതെറ്റി പോകാൻ കാരണമാകും. നമ്മുടെ എതിരാളികൾക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാകും. അതാണ് മഫ്സദത്ത് എന്ന് പറഞ്ഞത്. ഈ മഫ്സദത്തിന്റെ ബാബ് അടച്ചു കളയുക. ഔലിയാക്കളെ മദ്ഹ് പറയുന്നത്, കറാമത്ത് പറയുന്നത് മസ്ഹത്താണ്, നന്മയാണ്. പക്ഷെ ആ നന്മയേക്കാൾ തിന്മ വലുതായി വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് സമാനമായ തിന്മ വരുമ്പോൾ തന്നെ ആ തിന്മയുടെ ഭാഗമാണ് നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ മഫ്സദത്ത് എന്താണ്? എന്താണ് ഇവർ ഈ പറയുന്നത്? കുറെ അറബി പദങ്ങൾ വെച്ച് അതിന്റെ ഇടയിൽ ജോയിന്റ് അടിച്ചിട്ട് വെച്ച് ചാമ്പി കഴിഞ്ഞാൽ ഇതിൽ വലിയ സംഭവം എന്ന് വിചാരിക്കുന്നത്. എത്ര നിങ്ങൾ ഡെക്കറേഷൻ ഇട്ടാലും CM മടവൂര് പ്രാന്തനാണ്. എത്ര നിങ്ങൾ ഡെക്കറേഷൻ ഇട്ടാലും CM മടവൂര് ചെയ്തത് തമ്മാടിത്തരമാണ്. ഇനി എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിലായല്ലോ? ഇത് കറാമത്തല്ല, ഇതൊരു ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അങ്ങനെയുള്ള കുറെ പ്രസംഗങ്ങളും പ്രചരണങ്ങളും വർദ്ധിച്ചപ്പോ നമ്മുടെ പണ്ഡിതന്മാർ ശടപടഞ്ഞ് എഴുന്നേറ്റത്. അവരെ അവരുടെ ദൗത്യമാണ് അവർ നിർവഹിച്ചത്. അവിടെ തന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഹോട്ടലിൽ പിന്നെ ഇവിടെ കറാമത്ത് ഇങ്ങനെ CM മടവൂരിന്റെ വലിയ ചറപറ കറാമത്ത്, കടലിൽ തെരവരുന്നൊക്കെ അറ്റം കിട്ടാത്ത കറാമത്ത് ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് മുസ്ലിയാക്കന്മാർ ഷടകുളം എഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ നിങ്ങൾ നിഷാദ് മുണ്ടേറ്റെല്ലാം പേടിച്ചിട്ടാണ്. സകല സാധനം മുസ്ലിയാക്കന്മാർ അനക്കോ തിരിച്ചും ക്ലിപ്പായിട്ട് വരുന്നത്. പിന്നെ ഇത് പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ലല്ലോ. ആദ്യം ഉണ്ടാകുന്നില്ലേ, പിന്നെ നിങ്ങൾ ഇങ്ങനെ ചറപറ പറയാൻ തുടങ്ങി. എന്താണ്? വാട്സപ്പുകളും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ട്വിറ്ററിലും എന്തൊക്കെയുണ്ടോ അതിലൊക്കെ വരികയാണ് മുസ്ലിയാക്കന്മാരുടെ കറാമത്ത്. അതിന്റെ ഇടയിൽ ഇപ്പൊ ഇത് കാണില്ലേ, ഇഷാദ് മുണ്ടേരി, മൊയ്തീൻ ഖാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അതേപോലെ ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് മുസ്ലിയാക്കന്മാർക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പാവത്തിന്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാൻ എന്തെല്ലാം കളി കളിച്ചു, പൂട്ടിച്ചു, ഫേസ്ബുക്ക് പേജ് പൂട്ടിച്ചു, ഇൻസ്റ്റാഗ്രാം പൂട്ടിച്ചു, എല്ലാം നിങ്ങൾ പൂട്ടിക്കാണ്. എന്ത് ഈ കറാമത്ത് പുറത്തേക്ക് പോകുന്നതുകൊണ്ട്. പിന്നെ നിവർത്തിയില്ല. ഇപ്പൊ ആൾക്കാർ ബാലൻസ് ഒപ്പിക്കട്ടെ. അതിന് വേണ്ടിട്ട് ഈ കറാമത്ത് തള്ളിയവൻ തന്നെ കീഴിട്ട് അങ്ങോട്ടെന്താണ് കറാമത്തിനെതിരെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കുരുവട്ടൂരികൾ വിട്ടില്ല, അവരത് പിടികൂടി. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവർ വിട്ടോ? ഇല്ല, അവരും പിടികൂടി. അവരും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തില്ലേ? ഈ പകരം ബാപ്പുട്ടി മുസ്ലിയാർ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ സംസാരിച്ചില്ലേ? അതേപോലെ തന്നെ പല ആളുകളും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് എതിരെ സംസാരിച്ചില്ലേ? മർക്കസ് എന്ന സർക്കസ് സ്കൂളിലെ അത്ര പുസ്തകങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെതിരെ സംസാരിച്ചില്ലേ? അത് നമ്മളെ നൗഷാദ് കുരുവട്ടൂരി എടുത്ത് വായിച്ചില്ലേ? അങ്ങനെ പല സംഭവങ്ങൾ ഇതിന്റെ ചുറ്റുപാട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. കോട്ടെ, നമ്മളൊക്കെ ഇത് കാണുന്നുണ്ട് മുസ്ലിയാക്കന്മാരെ. ഞങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാ കളികളും നിങ്ങൾ ഇവിടെ നിങ്ങളെ മുസ്ലിയാക്കന്മാർ രംഗത്ത് വരാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തകരുടെ ഇടപെടലാണ്. നിങ്ങളുടെ കറാമത്തിനിടയിൽ കയറി നിഷാദ് മുണ്ടേരിയും മൊയ്തീൻ കാലിക്കറ്റും അതേപോലെയുള്ള ആളുകളൊക്കെ രംഗത്തിറങ്ങി അങ്ങോട്ടേക്ക് നിങ്ങളുടെ എല്ലാ കറാമത്തും വലിച്ചു കീറി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടു. ഇപ്പൊ പല ആളുകൾക്കും ലൈവിൽ വന്ന് സംസാരിക്കാൻ പേടിയാണ്. ഈ കറാമത്ത് ഇപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും റെക്കോർഡിങ് ചെയ്യുകയോ അതൊന്നും പുറത്തേക്ക് ലൈവ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനത്തെ ഒന്നും ഇനി പുറത്തേക്ക് വരില്ല. ഭക്ഷണം കഴിച്ചു, എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ കാശ് കൊടുക്കാതെ ഇറങ്ങി വരിക. ഹോട്ടലുകാരൻ കാശ് വയ്ക്കുമ്പോൾ അവന്റെ കട തീ പിടിക്കുക. ഇത് കേൾക്കുമ്പോൾ എന്തിനാണ് ആ ഹോട്ടലുകാരനെ ആക്രമിച്ചത്? എന്താണ് അയാൾ ചെയ്തത്? അയാളുടെ ഹക്കാണല്ലോ അയാൾ ചോദിച്ചത്.
ഇതൊക്കെ ആളുകൾ എങ്ങനെ ഇതിന് മനസ്സിലാക്കുക? അവിടെ തെരുവിലുണ്ടാകും, പക്ഷെ ആ തെരുവിൽ സാധാരണക്കാരനെ അറിയൂ. അപ്പൊ സി എം വലിയ അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാൻ പൈസ എവിടെ? പൈസ ചോദിച്ചു. പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേറെ വേഷമാണ് സി എമ്മിനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ കുപ്പായ അയക്കാൻ പറഞ്ഞു, കുപ്പായ അയച്ചു അവിടെ വന്നു, തുണി അയച്ചു, തലയെക്കെട്ട് വെച്ചവിടെ വെച്ചു, വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം. സുബ്ഹാനല്ലാഹ് പോന്ന ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് ഇത് വിഷമായി, എങ്ങനെ ഒരു ഉസ്താദല്ലേ ഇയാൾ എന്താ ചെയ്തത്, വല്ലാത്തൊരു വിഷമായി. നേരെ പുറത്തിറങ്ങിയാണ്ട് അപ്പൊ സി എമ്മിനെ അയാൾക്ക് വിഷമായെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യല്? ഒരാളിങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ട്, പ്രശ്നമില്ല, പൈസ ഇല്ല, ബുദ്ധിമുട്ടാണ്, അപ്പോൾ അവിടെ വർത്താനാകുന്നു, അയാൾ എന്നാക്കുന്നത് പിന്നെ ഡ്രസ്സൊക്കെ കഴിപ്പിച്ച് അയാൾ പോയിട്ട് അവിടെ പുറത്താടി ഇരിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇതൊക്കെ കാണുന്ന സങ്കടപ്പെടുന്ന വിഷമിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും? ഞാനായാലും എന്ത് ചെയ്യും? നിങ്ങളായാലും എന്ത് ചെയ്യും? ഞാനായാൽ ആ ഹോട്ടലിൽ ഉടമയോട് സംസാരിച്ചിട്ട് ആ പൈസ അങ്ങോട്ട് കൊടുക്കും. എത്ര പൈസ അതിനനുസരിച്ച് അത് കൊടുക്കും, അയാൾ ഡ്രസ്സ് വാങ്ങിക്കും, എന്നിട്ട് ഈ പാവത്തിന് ഉടുപ്പിക്കും. അതാണ് ഞങ്ങൾ ചെയ്യല്. പക്ഷെ ഇവർ ചെയ്യുന്നത് അങ്ങനെയല്ല. അങ്ങനെ കിടക്കുന്നുണ്ട് കല്ലട്ടിയുടെ മുകളിൽ. ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി. എന്റെ വണ്ടിയിൽ പോരണോന്ന് വെച്ചു. ലോറി ഡ്രൈവറല്ലേ, വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ. അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. അള്ളാഹുവിനോട് ഖസം ചെയ്താൽ അങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും. അതങ്ങ് നടക്കും. എത്രയോ സംഭവങ്ങൾ പറയാം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടത്? അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് കണക്കാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വിവേകം, ബുദ്ധി എന്ന് പറയുന്നത്. അത് ഇല്ലാതെ പോയതാണ് ചില ആളുകൾ ഇന്ന് ഈ പ്രസംഗിച്ച് നടക്കാനുള്ള കാരണം. സത്യത അപ്പൊ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കഥകൾ പറയുന്നത്. സി എം അടവൂരിനെ പോലെ തന്നെ ഇല്ല മജ്ദൂബുകളാണ് ഈ രീതിയിൽ കറാമത്തിന്റെ കഥകൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്, പറ്റിക്കുന്നത്. എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നത്? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പ്രചരിക്കുമ്പോഴും ഒരുപാട് ആളുകളുടെ ഈമാൻ നഷ്ടപ്പെടുന്നതും ഇതൊക്കെ കാണുമ്പോഴും ഇവർക്ക് ഈ മാനദണ്ഡം മനസ്സിലാകാത്തതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ മനസ്സിലാകാത്തത് കൊണ്ടല്ല, നിലനിൽപ്പാണ് പ്രധാനം. കാരണം പഴയ കാലത്ത് ഇപ്പൊ നമുക്കറിയാം, കള്ളത്തൊരീക്കത്തുകൾ, ഖാദിരിയ തൊരീക്കത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ചില ആളുകളൊക്കെ അവരെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നത് മടവൂർ എന്ന് പറഞ്ഞ മഹാനെ അവരെ മറയാക്കിയിട്ടാണ് ഇത്തരം ആളുകളൊക്കെ അവരെ ഇത്തരം തട്ടിപ്പുകളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള എല്ലാ തോന്നിയതൊക്കെ വിളിച്ചു പറയല് അവർക്ക് അനിവാര്യമായിരുന്നു. അത് അവരെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇത് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ, സാധാരണക്കാർക്ക് വരെ തിരിയുന്നുണ്ട്. ഇതൊക്കെ പറയാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ മാനദണ്ഡം. ഇസ്ലാം ഫസാദ് ആകേണ്ട, അല്ലെങ്കിൽ ഇസ്ലാമിലെ സുന്നത്തിയ മാത്രമോ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ സാധാരണക്കാരന് തിരിയുന്നുണ്ട്. താലികെട്ട് കെട്ടിയ താടി വെച്ച ഇവന് തിരിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. തലയിൽ കെട്ടിട്ട് താടി വെച്ച് ഇവനൊന്നും തിരിയുന്നില്ല. തിരിയുന്നതായിരിക്കാണ് സാധാരണക്കാർക്ക് തിരിയുന്നുണ്ട്. ഈ മുസ്ലിയാക്കന്മാർക്ക് തിരിയുന്നില്ല. ഇവർ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ടീമാണ്. ഇവരുടെ നിലനിൽപ്പാണ് പ്രശ്നം. ഇവരുടെ ഉദരപൂരണമാണ് പ്രശ്നം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ ആയി വന്നത്. അപ്പോൾ ഈ കള്ളക്കറാമത്ത് പറച്ചൽ എന്ന് നിർത്തും? ആര് നിർത്തിക്കും? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്ക് പൂർണ്ണമായി പറയാൻ വേണ്ടി പറ്റില്ല. കോട്ട് സക്കാഫിക്ക് ഒരു പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഇത്തല ചവിട്ടുമ്പോൾ അത്തല പൊന്തും, അത്തല ചവിട്ടുമ്പോൾ ഇത്തല പൊന്തും എന്ന രൂപത്തിലാണ്. ഇപ്പോ പകരയെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിയാക്കന്മാരെയോ കോട്ട് സക്കാഫിയോ പേരോട് സക്കാഫിയോ വഹാബ് സക്കാഫിയോ അലവി സക്കാഫിയോ എതിർത്ത് കഴിഞ്ഞാൽ കാന്തപുരത്തിൽ പോയി അത് കണക്ഷൻ കൊടുക്കും. കാന്തപുരത്തിന്റെ ചെയിൻ അവിടെ കുലുങ്ങും. ഇത് നേരെ തിരിച്ച് അവർ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് സൗണ്ട് ആക്കി കഴിഞ്ഞാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ചെയിൻ അവിടെ നിന്ന് കുലുങ്ങും. മർക്കസ് സർക്കസ് കൂടാരത്തിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും ഡോറുകളും ഒക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ സഹിക്കുക തന്നെ, വേറെ നിവർത്തിയില്ല. മെഴുകാൻ സൈബർ പോരാളികൾ ഇറക്കി വിടുക, എന്നിട്ട് മെഴുകുക തന്നെ, വേറെ നിവർത്തിയില്ല. എവിടെയൊക്കെ എന്തൊക്കെ ചാൻസ് കിട്ടും അവിടെയൊക്കെ ആ രീതിയിലൊക്കെ മെഴുകിയെടുക്കുക, മെഴുകി വെളുപ്പിച്ചെടുക്കുക. വേറെ ഒരു രക്ഷയുമില്ല. സഹോദരങ്ങളെ, ഇപ്പൊ നമ്മൾ കറാമത്തിന്റെ രൂപത്തിൽ ഇവർ പറഞ്ഞ ഒരു കഥയാണ് പല കോലത്തിൽ നമ്മൾ കേട്ടത്, പല രൂപത്തിൽ കേട്ടത്, പല രീതിയിൽ കേട്ടത്. ഇതൊക്കെ കള്ളത്തരമാണ് എന്നാണ് ആരിൽ നമ്മൾ കേട്ടത്? ഇവരുടെ മുസ്ലിയാക്കന്മാരിൽ നമ്മൾ കേട്ടത്. നമ്മൾ മിനിയാത് കേട്ടൊരു സംസാരമുണ്ട്. ആ സംസാരം ഒന്ന് ജസ്റ്റ് കേൾക്കാൻ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെ പറയട്ടെ. ഒരു നല്ല മനുഷ്യൻ അയച്ചു തന്നതാണ്. അതിൽ പറയുന്ന വിഷയം എന്താണ്? മഹാനായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു ഒരു സ്ഥലത്ത് ഇന്ന് വരുമ്പോ ഒരു ചായക്കടയിൽ കയറി, ഹോട്ടലിൽ കയറി, എന്നിട്ട് ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽക്കാരൻ പിടിച്ചു വെച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു, കറാമത്ത് എന്താണ് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം, എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം. അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും. സുന്നത്ത് ജമാഅത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. അതിന് ഞാൻ അന്ന് സംസാരത്തിൽ ചോദിച്ചു, ഒരാള് ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാൽ വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത്, ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ്? അപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അയാളോട് ആര് പറഞ്ഞതാ?
അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞാൽ പിടുത്തമില്ല. ഇങ്ങനെയാണോ കറാമത്ത് പറയുന്നത്? അഡ്രസ് വേണം, അഡ്രസ് ഇല്ലാതെ കറാമത്ത് പറയരുത്. കേൾക്കുന്നൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അതബ് നമ്മൾ പാലിക്കണം. അപ്പൊ ഒന്ന്, ആ പറഞ്ഞതിന് അഡ്രസ് കിട്ടിയില്ല, പറഞ്ഞാളെടുത്ത് അഡ്രസ് ഇല്ല. രണ്ടാമത്തത്, ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ്. മഹാന്മാരിൽ പലതരക്കാരുണ്ട്. മഹാന്മാരിൽ ബുദ്ധി മറിഞ്ഞു പോയ ചില ആളുകളുണ്ട്. ചില സമയത്ത് അവരുടെ ബുദ്ധി മറിഞ്ഞിരിക്കും. അവർക്ക് അഹ്ലുൽ ഗൈബത്ത് എന്നാ പറയാം, അവർക്ക് മജ്ദൂബ് എന്ന് പറയും, ഉഖലാഉൽ മജാനി എന്ന് പറയും. ഉഖലാഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. അത്തരം ആളുകൾ അവരുടെ ബുദ്ധി മറിഞ്ഞു പോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവർ ഇഷ്ടപ്പെടില്ല. അത് അതുപകേടാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പൊ നിങ്ങളെ എല്ലാ ഭാഗങ്ങളും കേട്ടല്ലോ, കറാമത്തിന്റെ എല്ലാ രൂപങ്ങളും കേട്ടു. ഇനി നമ്മൾ ചിന്തിക്കുക, ഈ മുസ്ലിയാക്കന്മാർ നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മുജാഹിദിനോട് ഒരു ദേഷ്യവും നിങ്ങളെ വെക്കണ്ട. നിങ്ങളെ മുസ്ലിയാക്കന്മാർ നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ കോട്ട് സക്കാഫി പറയുന്നതും പേരോട് സക്കാഫി പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. ഇവർ വെച്ച് കാച്ചുകയാണ്. കറാമത്ത് എന്ന പേരിൽ പാച്ച നോണ വെച്ച് കാച്ചുക തന്നെയാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചോ. മെല്ലനെ ആ കൂടാരം വിട്ടോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. ആ കൂടാരം മെല്ലനെ വിടുക. അത് ജനങ്ങളെ കബളിപ്പിക്കാനുണ്ടാക്കിയ കൂടാരമാണ്. അത് ജനങ്ങളെ വഞ്ചിക്കാനുണ്ടാക്കിയ കൂടാരമാണ്. ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാനുണ്ടാക്കിയ കൂടാരമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പറയുന്ന പുരോഹിതന്മാരുടെ ശർറിൽ നിന്നും അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.